பார்வை வழியெங்கும் இனி தேவை உயிரே உயிரே உயிர் நீதான் என்றால் உடனே வருவாய் உடல் சாகும் முன்னால் அனலின்றி குளிர் வீசும் இது எந்தன் சிறைவாசம் இதில் நீ மட்டும் வேண்டும். ചേക്കേ നിങ്ങളെന്താ ഇവിടെ? ഒരു വാക്ക് പറയാൻ നീ പോയില്ലടാ. അങ്ങനെ ചെയ്യേണ്ടി വന്നു. 1 ഇയർ കഴിഞ്ഞിട്ട് നിനക്ക് എൻ്റെ അടുത്തുള്ള ദേഷ്യത്തിന് ഒരു കുറവും ഇല്ലത്തേ. 1 ഇയർ കഴിഞ്ഞല്ലേ? 1 ഇയർ വേണ്ടി വന്നല്ലേ നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ? പ്ലീസ് ഞാനിപ്പോഴും നിൻ്റെ അടുത്ത് സോറി ചോദിക്കുക. എൻ്റെ അടുത്ത് നീ ക്ഷമിക്കത്തില്ലത്തേ. പ്ലീസ് എൻ്റെ അടുത്തൊന്ന് ക്ഷമിച്ചൂടെ? ജേക്കെ പോ ഇവിടുന്ന്. എനിക്കൊന്നും സംസാരിക്കാനില്ല. എനിക്ക് നിങ്ങളെ കാണുകയും വേണ്ട. പ്ലീസ് അറ്റ്ലീസ്റ്റ് കുഞ്ഞിനെങ്കിലും കാണിക്കണം പ്ലീസ്. പോകാനല്ലേ പറഞ്ഞത്? എനിക്ക് നിങ്ങളെ കാണണ്ട. എനിക്കും കാണണ്ട, എൻ്റെ കുഞ്ഞിനെ നിങ്ങളെ കാണണ്ട. പ്ലീസ് എടാ. இரவா பகலா குளிரா வெயிலா என்னை ஒன்றும் செய்யாதடி கடலா புயலா இடியா மழையா പ്ലീസ് അറ്റ്ലീസ്റ്റ് കുഞ്ഞിനെങ്കിലും കാണിക്കണം പ്ലീസ്. தன் மௌனம் மட்டும் ஏதோ செய்த പോകാനല്ലേ പറഞ്ഞത്? എനിക്ക് നിങ്ങളെ കാണണ്ട. എനിക്കും കാണണ്ട, എൻ്റെ കുഞ്ഞിനെ നിങ്ങളെ കാണണ്ട. என்னை தொடும் தென்றல் உன்னை தொடவில்லையா? என்னை சுடும் காதல் உன்னை சுடவில்லையா? என்னில் விழும் மழை உன்னில் விழவில்லையா? என்னில் இழும் மின்னல் உன்னில் எழவில்லையா? முகத்திற்கு கண்கள் 2, முத்தத்திற்கு இதழ்கள் 2, காதலுக்கு நெஞ்சம் 2, இப்போது ஒன்றிங்கு இல்லையே. தனிமையிலே தனிமையிலே துடிப்பது எதுவரை சொல்லுவிலே. தனிமையிலே தனிமையிலே துடிப்பது எதுவரை சொல்லுவிலே. இரவா பகலா குளிரா வெயிலா என்னை ஒன்றும் செய்யாதே. താങ് ജിമിൻ, നിങ്ങൾ ഇന്നലെ ജേക്കയുടെ കൂടെ വന്നതാണോ? ഞാനും ജേക്കെ ഇന്നലെ ഒരുമിച്ചാണ് വന്നത്. നിങ്ങളവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ജിമിൻ, നിങ്ങൾ വന്നിരിക്കുന്നത് ജേക്കയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. താങ്, 1 വർഷം കഴിഞ്ഞിട്ടും നിനക്ക് അവനോടുള്ള ദേഷ്യവും വെറുപ്പും കുറഞ്ഞില്ലേ? എനിക്ക് നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയില്ല. കഴിഞ്ഞ 1 വർഷമായിട്ട് ജേക്ക അനുഭവിക്കുന്ന വേദന, അതിലും വലിയ ശിക്ഷ നിനക്ക് അവന് കൊടുക്കാനില്ല. അവൻ ഓരോ ദിവസവും ചത്ത് ജീവിക്കുമായിരുന്നു. ഞാൻ ഒരിക്കലും ജേക്കെ ന്യായീകരിച്ച് സംസാരിക്കില്ല. പക്ഷേ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച അവൻ്റെ അനിയത്തി ഒരു ദിവസം പെട്ടെന്ന് ഇല്ലാതാവുമെന്നൊക്കെ പറയുന്നത് അത് അവനെ കൊണ്ട് താങ്ങാൻ പറ്റാവുന്ന കാര്യമല്ലായിരുന്നു. അതിപ്പം എല്ലാ ചേട്ടന്മാർക്കും അങ്ങനെ തന്നെയല്ലേ? അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളായിരുന്നു. പക്ഷേ അവൻ നിന്നെ സ്നേഹിക്കുമ്പോഴോ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമ്പോഴോ അവൻ അറിഞ്ഞിരുന്നില്ല അവൻ അന്വേഷിച്ച് കിടക്കുന്ന ആളുടെ ബ്രദറാണ് നീയെന്ന്. അതറിഞ്ഞപ്പോഴും ഒരു പക്ഷേ നീ 1 മാസം കൊണ്ട് അനുഭവിച്ച വേദന അതിനേക്കാൾ ഇരട്ടി ജേക്കെ വേദനിച്ചിട്ടുണ്ടാവും. അത് ആര് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നീയാണോ അവൻ്റെ അനീതിയാണോ അവന് വലുതെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ്റെ അനീതിയെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അവൻ്റെ കുറ്റമല്ല. പക്ഷേ തയങ്, അതിന് നീ അവന് കൊടുത്ത ശിക്ഷ അത് കൂടിപ്പോയി. തയങ്, ഒരു മനുഷ്യന് ഒരു ആയുസ്സിൽ അനുഭവിക്കേണ്ട വേദന നീ 1 വർഷം കൊണ്ട് അവന് കൊടുത്തു. ആ പാവം എത്ര സന്തോഷത്തോടെയാണെന്നറിയോ ഇവിടേക്ക് വന്നത്, നിന്നെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി. തയങ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ അകലാൻ ശ്രമിക്കുമ്പോഴും നീ അകറ്റുന്നത് ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെയും കൂടിയാണ്. ആ ഒരു കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത്? ജേക്കെ ആ കുഞ്ഞിനോട് എന്ത് തെറ്റാ ചെയ്തത്? നിനക്ക് അതിന് മറുപടി ഉണ്ടോ താങ്? ജിമിൻ, ഞാൻ ഒരിക്കലും കുഞ്ഞിനെ ജേക്കയിൽ നിന്ന് അകറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഒരു മാഫിയയുടെ കുഞ്ഞായിട്ട് വളർത്താൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ മാഫിയ അതൊക്കെ നീ അവനെ വിട്ടിട്ട് പോകുന്നതിന് മുമ്പ് വരെയായിരുന്നു. അതിനുശേഷം ജേക്കെ ചത്ത് ജീവിക്കായിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യന് എന്ത് മാഫിയ, എന്ത് ബിസിനസ്? താങ്, ഇതിലും ഭേദം നീ അവനെ അങ്ങ് കൊന്നിട്ട് പോകുന്നതായിരുന്നു. ജിമിൻ, സോറി താങ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ജേക്ക് അനുഭവിക്കുന്ന വേദന ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് നിൻ്റെ മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ നീ ഇപ്പോഴും ജേക്കെ സ്നേഹിക്കുന്നില്ല എന്ന്? ഇല്ല താങ്, അതിന് നിന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം നീ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നിന്നെയും സ്നേഹിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെങ്കിലും ഓർത്തൂടെ നിനക്ക്?
ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല താങ്. നാളെ രാവിലെ ഞങ്ങൾ തിരിച്ചു പോകും. അതിനു മുമ്പ് പറ്റുമെങ്കിൽ അവൻ്റെ കുഞ്ഞിനെങ്കിലും കൊണ്ടുവന്ന് കാണിക്കേ. അങ്ങനെയെങ്കിലും നീ അവന് കൊടുത്ത ശിക്ഷയ്ക്ക് ഒരു പരിഹാരമാകട്ടെ ജിമിൻ. മതി കുടിച്ചത്. നിനക്കെന്നെ വേണ്ടാല. പിന്നെ ഞാൻ കുടിച്ചാലെന്താ, കുടിച്ചില്ലെങ്കിൽ എന്താ? എനിക്ക് നിന്നെ വേണ്ടാന്ന് ആരാ പറഞ്ഞത്? 1 ഇയർ ആയിട്ട് നീ എന്നെ മറന്നിട്ടില്ലെങ്കിൽ നീ ഒരിക്കലും ആ പഴയ ജേക്കെ ആയിരിക്കില്ല. അപ്പോൾ നിനക്ക് എന്നോട് ദേഷ്യമില്ലേ? ഇല്ല, എനിക്ക് നിൻ്റെ അടുത്ത് ഒരു ദേഷ്യമില്ല. ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ നിൻ്റെ അടുത്തേക്ക് വരത്തില്ലായിരുന്നല്ലോ. വാ വീട്ടിൽ പോവാം. കുഞ്ഞിനെ കാണണ്ടേ? കാണണം, കുഞ്ഞിനെ കാണണം.